കഴിഞ്ഞ 25-ാം തീയതി മുതൽ ഇന്ന് രാവിലെ വരെ, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ, കേരളത്തിലെ ചാനലുകളും മുഖ്യധാര പത്രങ്ങളും വളരെ കൃത്യമായ രാഷ്ട്രീയ ചുവ വച്ചുകൊണ്ട് വിടുപണി ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. എല്ലാവരും കൂടിയാണ് ആരെ ഇറക്കിയത്? കന്യാസ്ത്രീകളെ ഇറക്കിയത്. ആരാണ് ഈ എല്ലാവരും? അവിടെ BJP ഗവൺമെൻറ്റിന് പകരം കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഇങ്ങനെ അറസ്റ്റ് നടന്നിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അറസ്റ്റ് നടന്നിരുന്നെങ്കിൽ ഇവർക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു? കേന്ദ്രത്തിൽ ഇനി കോൺഗ്രസ് ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കുക, അവിടെ BJP ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കുക, ഇറങ്ങാൻ പറ്റുമായിരുന്നു? കേന്ദ്രത്തിലും കോൺഗ്രസ് സംസ്ഥാനത്ത് ഛത്തീസ്ഗഡിലും BJP ആയതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരനോട് ആവശ്യപ്പെട്ടിട്ടില്ലേ കോർഡിനേറ്റ് ചെയ്തത്? അദ്ദേഹം അത് ഭയങ്കര ശക്തമായി കോർഡിനേറ്റ് ചെയ്തില്ലേ? അതിന് സംഘപരിവാർ വാളുകളിൽ നിന്ന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നില്ലേ? അതിനെയും നിങ്ങൾ ആഘോഷിച്ചു ചാനലുകൾ. അപ്പോഴും നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെയോ അനൂപ് ആൻ്റണിയോയോ BJPയുടെ കൂടെ നിന്നില്ല. നിങ്ങൾ നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയാത്തത് ഇന്നലെ തന്നെ അവസാനം പത്രസമ്മേളനം നടക്കുമ്പോൾ, പത്രസമ്മേളനമല്ല, രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ക്ഷീണിതനായി ഡൽഹിയിൽ പോയി, പിന്നെ റൈപ്പൂരിൽ പോയി വളരെയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്, ഇന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് ഇത് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്നിപ്പോൾ മറ്റു കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കേരളത്തിലോട്ട് വരുമല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്താ മീഡിയ വണ്ണിൻ്റെ ടൈറ്റിൽ? രാജീവ് ചന്ദ്രശേഖരന് സൗകര്യമില്ല. കേട്ടാൽ തോന്നും അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തെന്ന്. ഏഷ്യാനെറ്റ് ചാനൽ അടക്കമുള്ള എല്ലാ ചാനലുകളും കുത്തിത്തിരിപ്പിൻ്റേതാണ്. അതിൻ്റെ കാരണമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ, എല്ലാ ചാനലും, ഞാൻ ഏഷ്യാനെറ്റ് ആവട്ടെ 24 ആവട്ടെ, ശ്രീകണ്ഠൻ നായർ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. ശ്രീകണ്ഠൻ നായർ അനൂപ് ആൻ്റണി പറഞ്ഞതിനെ വക്രീകരിച്ചാണ് പറഞ്ഞത്. രാവിലെ അനൂപ് ആൻ്റണി പറഞ്ഞു ഇതിനകത്തേക്ക് ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കോടതി നടപടി കഴിഞ്ഞ് അനൂപ് ആൻ്റണി ചോദിക്കുമ്പോൾ എനിക്ക് കോടതി നടപടികൾ ടെക്നിക്കലാണ്, കുറച്ചുകൂടെ കഴിഞ്ഞ് എനിക്ക് കാര്യം അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അനൂപ് ആൻ്റണി മലക്കം പറഞ്ഞു എന്ന് SKN വന്ന് പറയുകയാണ്. ഇതൊക്കെ ഓരോരുത്തരും കിട്ടുന്നവരെല്ലാം, പത്രങ്ങൾ, മീഡിയകൾ എത്ര മോശമായിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ ഒരു പ്രശ്നം, നിങ്ങൾക്കൊരു കാളെ കിട്ടിയ, ഇരയെ കിട്ടിയാൽ നിങ്ങൾ പിച്ചി ചീന്തും. കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് കേരളത്തിൽ? പിണറായി വിജയനെ എടാ ഗോപാലകൃഷ്ണ എന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ പത്രാധിപരോട്, എഡിറ്റോറിയൽ പേജ് എഴുതുന്ന ഗോപാലകൃഷ്ണനോട് എടാ ഗോപാലകൃഷ്ണ എന്ന് പിണറായി വിജയന് വിളിക്കേണ്ടി വന്നു. നിങ്ങളെ നികൃഷ്ട ജീവികളെന്ന് വിളിക്കേണ്ടി വന്നു, കടക്ക് പുറത്തെന്ന് പറയേണ്ടി വന്നു. നിങ്ങൾക്ക് പരാതിയില്ല, അത് പറയും, പക്ഷേ പറയേണ്ടി വന്നു. നിങ്ങൾ വേട്ടയാടിയ ആളുകളുടെ എണ്ണം കുറവല്ല. പിണറായി വിജയനെ വേട്ടയാടി, പക്ഷേ അദ്ദേഹം എല്ലാ വേട്ടയാടലിനും മുകളിൽ പോകുന്ന, വേട്ടമൃഗങ്ങൾക്ക് മുകളിൽ പോകുന്ന സിംഹരാജനായുണ്ടായിരിക്കും. ഞാൻ പിണറായി ഭക്തനൊന്നുമല്ല, പക്ഷേ അദ്ദേഹം ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം പിടിച്ചു നിന്നു കേരളത്തിൽ. ആ നിങ്ങളെ കൊണ്ട്, നിങ്ങളെ പത്രപ്രവർത്തകരെ തന്നെ നിങ്ങൾ ഇത് മുമ്പിലിരിക്കുമ്പോൾ മതി, ഒരു ചോദ്യം കൂടെ CMA എന്ന് ചോദിക്കുമ്പോൾ പോടാ നിങ്ങൾ എണീറ്റ് പോകേണ്ട, ഇത്രയും മതി, 7 മണിയായി, എനിക്ക് സൗകര്യമില്ല ഇനി പറയാനെന്ന് പറയാതെ CM പറയുമ്പോൾ നിങ്ങൾ എണീറ്റ് പോകും. നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾക്ക് തരാനുള്ള പണമൊക്കെ അപ്പോൾ തരും. നിങ്ങൾക്ക് ഭയമാണ് CMനോട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ CM നിങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ്. മോഡിയെ ഗുജറാത്തിൽ നരാധമനാണെന്ന് പറഞ്ഞ് നിങ്ങൾ മോഡിയെ പറഞ്ഞു. ആ മോഡി വാ തുറക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് മോഡി ഈ രാജ്യത്തിൽ ചെയ്തത്? ലോകത്തിൻ്റെ 23 രാജ്യങ്ങളിൽ സിവിലിയൻ അവാർഡ് വാങ്ങി ലോകത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ അമേരിക്കയോട് പറയുന്നുണ്ടല്ലോ, എടോ പോടോ അമേരിക്ക, ഞങ്ങൾക്ക് നിങ്ങളുടെ വിമാനവും വേണ്ട, നിങ്ങളുടെ ആയുധവും വേണ്ട, ഞങ്ങൾക്കറിയാം റഷ്യയിൽ നിന്ന് വാങ്ങാൻ, ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളുടെ കാര്യമെന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് പേടിയാണ്. സന്തോഷ് കുളങ്ങര പറയും പോലെ അമേരിക്കയ്ക്ക് ഭയമുള്ളത് കൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഇന്ത്യയെ കിടന്ന് താങ്ങുകയും ലോകത്തിലെ രാജ്യങ്ങളിലായി ഭീഷണിയും കൊണ്ട് നടക്കുന്നത്. അമേരിക്കയ്ക്ക് ഭയമാണ്. അവിടുത്തെ സമ്പദ്ഘടന തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഓരോ വിഷയങ്ങളെടുത്ത്, ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വരാം, കന്യാസ്ത്രീ വിഷയത്തിലേക്ക് തന്നെ വരാം. നിങ്ങൾ ഓരോ ചാനലുകളും കൃത്യമായി നിങ്ങളുടെ ചാനൽ ആങ്കറുടെയും അതുപോലെ തന്നെ പിന്നെ റിപ്പോർട്ടർമാരുടെയും തരാതരമനുസരിച്ച്, റിപ്പോർട്ടർ ചാനൽ എന്തൊക്കെയാണ് പറഞ്ഞത്, അരുൺകുമാർ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും നൈതികതയോ സത്യസന്ധതയോ ആത്മാർത്ഥതയോ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി നമ്മളെ മീഡിയ പ്രവർത്തനത്തിൽ ആവശ്യമുണ്ട്. ഇത് ഒരു തരം 4ാം തരം ഒരു മഞ്ഞ മാസിക പോലെ, മഞ്ഞപ്പത്രം പോലെ മഞ്ഞകളുടെ ഒരു ലോകത്താണോ നിങ്ങൾ താമസിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് വളരെ കൃത്യമായി നിങ്ങളുടെ മീഡിയ ഇതിനകത്ത് നടത്തിയത് ഒരുതരം വൃത്തികെട്ട ചാനൽ പ്രവർത്തനമാണ്. ഓരോ ചാനലുകളും
പറഞ്ഞതും പറയാത്തതും അറിഞ്ഞതും അറിയാത്തതും. ഇന്നലെ ഒരു ഏഷ്യാനെറ്റിലെ ഇന്നലത്തെ ടൈറ്റിൽ എന്താവോ, അകത്തിട്ടതും പുറത്തിട്ടതും ഒരാളാണോ എന്നുള്ളതാണ്. അകത്ത് പിടിച്ചിട്ടതും BJP ആണ്, പുറത്തിറക്കിയതും BJP ആണെന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ കന്യാസ്ത്രീകൾ ചെയ്ത പ്രൊസീജിയർ ലാപ്സോ, അവിടുത്തെ പോലീസ് ചെയ്ത കാര്യങ്ങളോ, അല്ലെങ്കിൽ അവിടുത്തെ റെയിൽവേ പോലീസ് ചെയ്ത കാര്യങ്ങളോ, ഇതൊന്നും വിഷയമല്ല. 2022 കേരളത്തിൽ 3 കന്യാസ്ത്രീകളെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചതും അവർ 4-5 ദിവസം ജയിലിൽ നിന്നതും ഇപ്പോൾ അവർ പുറത്തിറങ്ങിയതും വിഷയമേ അല്ല. ഇവിടുത്തെ ഒരുപാട് ബിഷപ്പുമാരെ തമ്മിലടിപ്പിക്കുന്നത് വിഷയമല്ല. ഇവിടുത്തെ എന്താണ് നമ്മുടെ വഖഫ് നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, മുനമ്പം പ്രശ്നം വിഷയമല്ല. നിങ്ങൾക്ക് ഒരാളെ കിട്ടിയാൽ അതൊരു പാർട്ടിയെങ്കിൽ പാർട്ടി, ഒരു വ്യക്തിയെങ്കിൽ വ്യക്തി. അത് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് BJPയോട് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലിട്ട് വലിച്ചു കീറി ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ ഭാവിയെ വല്ലാതില്ലാതാക്കി. തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, കോടതിയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിചാരണ നടത്താൻ ഒരു അവകാശവുമില്ല, എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ പിണറായി വിജയനെയും ഇതുപോലെ ഇപ്പോഴിതാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. വേട്ടയാടാൻ ഒരു രാജീവ് ചന്ദ്രശേഖരനെയും BJPയെയും. നടക്കട്ടെ, പക്ഷേ കാലം പലതും തെളിയിക്കും. 2 സീറ്റിൽ നിന്ന് 3 ടേമിൽ BJPക്ക് വരാൻ അറിയാമെങ്കിൽ, എഴുതിത്തള്ളിയ പിണറായി വിജയന് 2 ടേം വരാൻ അറിയാമെങ്കിൽ, 3ാമത്തെ ടേം അവർ വരുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ, ഓരോ രാഷ്ട്രീയ നേതാക്കളെ, നിങ്ങൾ ഉമ്മൻചാണ്ടിയെയും നശിപ്പിച്ചു, ചാനലുകൾ, പത്രങ്ങൾ, നിങ്ങൾ ഓരോ നേതാക്കളെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങൾ എല്ലാവിധ കാര്യങ്ങളും ചെയ്തോളൂ. പക്ഷേ സത്യം സത്യമായി അവിടെ തന്നെ നിൽക്കും. അത് രത്നം പോലെ ഏത് കുപ്പയിൽ കിടന്നാലും തിളങ്ങിക്കൊണ്ടേയിരിക്കും.